ഇതിൽ ഏറ്റവും കൂടുതൽ തവളകളെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ച് ഈ തൊട്ടിയിലേക്ക് ഇടുക. നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കഥയിൽ നിന്നും ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും. 3 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയുക. 30 മാർക്ക്, ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതവും. തുടർന്ന് അങ്ങോട്ട് ഈ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ എണ്ണം വിട്ടാൽ ജയിക്കും. അയാൾക്ക് 21 മാർക്കുമാണ് ലഭിക്കുക. എന്തും സംഭവിക്കാം. 51 മാർക്കുകളാണ് ഇതിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ ആണല്ലോ? ഇതിലും ആർക്ക് വേണേലും ആദ്യം ചെയ്യാം, ആർക്ക് വേണേലും രണ്ടാമത് ചെയ്യാം. 1 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയം. നിങ്ങളിൽ ആരാദ്യം ചെയ്യുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു പറഞ്ഞാൽ എനിക്ക് സൗകര്യമാണ്. ഞാൻ ചെയ്തോളാം പറഞ്ഞു. ബാങ്ക് വരെ പോയിട്ട് വാ. പിന്നെ അല്ലാണ്ട് ഓക്കെ, വാ. നമ്മുടെ മോഹനൻ ചേട്ടന്റെ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോളൂ. മണിക്കുട്ടന്റെ പെട്ടി ഓട്ടോയുടെ പേരായിരുന്നു ബിജുക്കുട്ടൻ. മീൻകാരൻ തങ്കക്കുട്ടൻ ഒരിക്കൽ ബിജുക്കുട്ടനെ വാടകയ്ക്കെടുത്തു. പൊന്നാനി കടപ്പുറത്ത് നിന്നും 4 കൊട്ട ഉണ്ണിമേരിയും 2 കൊട്ട ഷീലയും വാങ്ങി. തങ്കക്കുട്ടൻ നേരെ കട്ടപ്പനയ്ക്ക് വണ്ടി വിട്ടു. പോകുന്ന വഴിക്ക് മണിക്കുട്ടൻ മന്മദരാസ മന്മദരാസ എന്ന് പാടുന്നുണ്ടായിരുന്നു. ഇനി 30 സെക്കൻഡും കൂടെ മാത്രമേ മോഹനകുമാർ ചേട്ടന് ബാക്കിയുള്ളൂ. 25 സെക്കൻഡ്. മാക്രിയെ പെട്ടെന്ന് പിടിച്ചോളൂ. കൈ ചെറുതായിട്ട് മൊബൈൽ വൈബ്രേറ്റർ പോലെ വിറയ്ക്കുന്നുണ്ട്. 20 സെക്കൻഡ്. 15 സെക്കൻഡുകൾ മാത്രം. ഇനി 3 മാക്രികൾ കൂടി ബാക്കി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ആ ചൂണ്ട മേടിച്ച് അടുത്ത ആളിനെ പിടിക്ക് ചേട്ടാ. ചോദ്യം ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. കയ്യിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു. അത് കുഴപ്പമില്ലല്ലേ? നോക്ക്. പെട്ടി ഓട്ടോയുടെ പേരെന്തായിരുന്നു? ഏത് പെട്ടി ഓട്ടോ? ഞാൻ ഇച്ചിരി മുമ്പ് ഒരു ത്രിശങ്കു സ്വർഗത്തിനെ പറ്റി പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ടോ? അതാണ് നല്ല ചേട്ടൻ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ആൾക്കാർ കണ്ടു ചേട്ടനോ? ഉണ്ണിക്കുട്ടൻ. അങ്ങനെ ഒരു കുട്ടൻ ഈ കഥയിലല്ലേ? ഉണ്ണിക്കുട്ടൻ. ഓട്ടോറിക്ഷയുടെ പേര് ഉണ്ണിക്കുട്ടൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് മേരി മാത എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഉണ്ട്, അത് പറയായിരുന്നില്ലേ? ഓക്കെ. എത്ര കൊട്ട ഉണ്ണിമേരിയാണ് വാങ്ങിയത്? 4 കൊട്ട. എന്റെ ചേട്ടാ, വേറെ ഉണ്ണിമേരിയുടെ കാര്യം പറഞ്ഞപ്പോ തവള പിടുത്തതിനിടയില് ഉണ്ണിമേരി അത് 4 കൊട്ട ഉണ്ണിമേരി. അത് ചേട്ടാ ഓട്ടോയുടെ പേരും വേണ്ട, തവളയും വേണ്ട. അത് ചേട്ടൻ പൊരിച്ച് കറക്റ്റ് ഉത്തരം 4 കൊട്ട ഉണ്ണിമേരി. മണിക്കുട്ടൻ പാടിയ പാട്ട് ഏതായിരുന്നു? അത് ചേട്ടൻ പറയേണ്ടതാണ്. പാട്ട് പാടിയൊക്കെ കേൾപ്പിച്ചായിരുന്നു ചേട്ടൻ. ഇല്ല, ഇത് പാട്ടേ ഓർമ്മയായിരുന്നു. എന്ത് പറഞ്ഞാലും ആ പാട്ട്, എന്ത് പറഞ്ഞാലും തോറ്റുപോയ ആൾക്കാർ പാടിയ പാട്ടാ മനസ്സിൽ ഇരിക്കുന്നത്. അയ്യോ, അപ്പൊ അത് പോയി. മണിക്കുട്ടൻ പാടിയ പാട്ട് മന്മരദാസ മന്മദരാസ, ആ പാട്ടാണ് പാടിയത്. ഓക്കെ ആണല്ലോ? അപ്പം ഉണ്ണിമേരി ഉള്ളത് കൊണ്ട് ഒരു 10 മാർക്ക്. 2 തവളയും കിട്ടി. 2 തവളയും 10 മാർക്കും ചേട്ടന് കിട്ടിയിട്ടുണ്ട്. തവള എത്ര കിട്ടിയെന്ന് നോക്കട്ടെ. 2 തവളയും 4 കൊട്ട ഉണ്ണിമേരിയാണ് ചേട്ടൻ കിട്ടിയിരിക്കുന്നത്. 2 തൊട്ട് 4 കൊട്ട ഉണ്ണിമേരി. കഥ ശ്രദ്ധിച്ച് കേൾക്കണം. തവളയെ പിടിച്ചിടണം, കൂടുതൽ തവള ഇടണം. ഓക്കെ, 1 മിനിറ്റേ ഉള്ളൂ. ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോളൂ. മട്ടാഞ്ചേരി ഹാർബറിലെ വാഗമരത്തിൽ ഒരു വലിയ കൊറ്റില്ലം ഉണ്ടായിരുന്നു. അവിടെ പാർത്തിരുന്ന തരികിട കൊക്കുകളായിരുന്നു ചേട്ടൻ വാലൻകൊക്കും അനിയൻ കോലൻകൊക്കും. അവർ ഒരു മെയ് ദിനത്തിൽ വൈറ്റില സിഗ്നലിലെ വിളക്ക് മരത്തിന് മുകളിലെ കാക്കക്കൂട്ടിൽ കല്ലിടാൻ പ്ലാൻ ചെയ്തു. 35 സെക്കൻഡുകൾ മാത്രം ബാക്കിയുണ്ട്. 4 മാക്രികൾ. 25 സെക്കൻഡ്. ഇങ്ങനെ പിടിച്ചോ. അത് ചാടണ അവളെ കൂടി അതിലേക്ക് ഒരു കൊല്ലം നിന്നാ പറ്റൂല. ഇത് പടം വെച്ച് കൊടുത്തിട്ട് കിട്ടണമെന്ന് പറഞ്ഞാല് 15 സെക്കൻഡുകൾ മാത്രം. അവളെ മറിച്ചിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പണ്ട് ഡിസെക്ഷൻ ചെയ്യേണ്ടി വരുമായിരുന്നു പ്രീഡിങ് കഴിക്കുന്ന പിള്ളേർക്ക് ആണി അടിച്ചിട്ട്. അതുപോലെ 7,
6 ആ തവള 5 ഉപേക്ഷിച്ചു. 4 അടുത്ത തവളയും പിടിച്ചിരിക്കുന്നത്. 2 1. ഏത് മരത്തിലായിരുന്നു കൊറ്റില്ലം? ഏത് കൊറ്റി ഏതില്ല? ആരോടാ ചോദിക്കുന്നത്? ചേട്ടൻ കൊക്കിന്റെ പേരെന്തായിരുന്നു? ചേട്ടൻ കൊക്കിന്റെ പേര് വാലൻ കൊക്ക് എന്നായിരുന്നു. വൈറ്റില സിഗ്നലിൽ എവിടെയായിരുന്നു കാക്കക്കൂട്? അവര് രണ്ടുപേരും കൂടെ പറന്നുപോയി ഒരിടത്ത് കാക്കക്കൂട്ടി കല്ലിടാൻ അവര് പ്ലാൻ ചെയ്തില്ലേ? പ്ലാവിന്റെ മുകളിൽ. പ്ലാവോ? വൈറ്റില സിഗ്നലിൽ പ്ലാവ്. നല്ലൊരു പ്ലാവ് നിൽക്കുക. എന്താ ചെയ്യാനാ? വൈറ്റില സിഗ്നലിലെ വിളക്ക് മരത്തിലാണ് അവരിത് ചെയ്യാൻ തീരുമാനിച്ചത്. ഏത് മരത്തിലായിരുന്നു കൊറ്റില്ലെന്നുള്ളതിന്റെ ഉത്തരം വാഗമരം എന്നായിരുന്നു. മട്ടാഞ്ചേരി ഹാർബറിലെ വാഗമരത്തിൽ ഒരു വലിയ കൊറ്റില ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആദ്യത്തെ വരി പറഞ്ഞത്. അപ്പൊ ചേച്ചിക്ക് കിട്ടിയ തവളയുടെ എണ്ണം 1. ചോദ്യോത്തര പങ്ക്തിക്ക് ചേച്ചിക്ക് കിട്ടിയ ഉത്തരം ഒന്നുമില്ല. ചേട്ടാ വരൂ. മോഹൻ ചേട്ടാ, വളരെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ അവസ്ഥയിൽ തവളപിടുത്തം, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, തമാശ, പക്വമായ തീരുമാനം, അതിലൂടെ നമ്മുടെ ടോൾ ഇൻസ്പയർ ഹോം മിനിസ്റ്ററിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയിയായി മോഹനേട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. റണ്ണറപ്പായി മാറിയ ആശ ചേച്ചിക്ക്, കോഴിക്കോട് നിന്നും വന്നെത്തിയ കോഴി വിദഗ്ധയായ ആശ ചേച്ചിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നന്ദിനിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു.